ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നെറൂട്ടോ സീരീസിലെ മൈറ്റ് ഗേയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മൈറ്റ് ഗേ. കാരണം നമ്മൾ ജനിക്കുന്ന സമയത്ത് പലർക്കും ഒരു കഴിവ് പോലും ഉണ്ടാകില്ല, അതായത് നമ്മുടെ മൈറ്റ് ഗേയെ പോലെ. എന്നാൽ ഇങ്ങനെയൊക്കെ ആയാലും നമുക്കുള്ള ആ ഒരു കഴിവ് വെച്ച് ഒരു ലെവലിൽ എത്താമെന്ന് കരുതുമ്പോഴേക്കും കക്കാഷിയെ പോലെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ എപ്പോഴും പിന്നിലാക്കിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഓർത്ത് ഈ ഒരു ജീവിതം തന്നെ വേസ്റ്റ് ആണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിലൊന്നും വീഴാതെ നമ്മുടെ മൈറ്റ് ഗേ തന്നെക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിനോബി ആയത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. എനിക്ക് നെറൂട്ടോ എന്ന ക്യാരക്ടർ തന്ന മോട്ടിവേഷനേക്കാൾ മൈറ്റ് ഗേ ആണ് കൂടുതലായിട്ട് മോട്ടിവേഷൻ തന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ മൈറ്റ് ഗേയെ കുറിച്ച് പറയുന്നതിന് മുൻപ് മൈറ്റ് ഡൈ ആരാണെന്ന് അറിയണം. നമ്മുടെ മൈറ്റ് ഡൈക്ക് ആണെങ്കിൽ നിഞ്ചിറ്റ്സു ഇല്ല, ഗെഞ്ചിറ്റ്സു ഇല്ല. എന്നാൽ ടൈജുറ്റ്സു സ്കില്ല് വെച്ച് ഒരു ഗനിയനായി മാറും. ചുറ്റുമുണ്ടായ ആൾക്കാരൊക്കെ ഇവരെ കളിയാക്കുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മൈറ്റ് ഗൈക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. തുടക്കത്തിൽ നമ്മുടെ മൈറ്റ് ഗൈക്ക് ആണെങ്കിൽ തന്റെ പേരന്റ് ആയിട്ടുള്ള മൈറ്റ് ഡൈയുടെ ട്രെയിനിങ് ഒന്നും തീരെ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഗനിയനായ കൊണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മൈറ്റ് ഗൈ നിഞ്ച അക്കാദമിയിൽ എൻട്രൻസ് എക്സാം ഫെയിൽ ആകും. ആ ടൈമിലാണ് മൈറ്റ് ഗൈ ആദ്യമായിട്ട് കക്കാഷിയെ കാണുന്നത്. കക്കാഷിക്ക് ഓൾറെഡി മൈറ്റ് ഗൈ വീക്ക് ആണെന്ന് നല്ലതുപോലെ അറിയാം. എന്നാൽ കക്കാഷിയുടെ ഫാദർ ആയിട്ടുള്ള സാക്കുമോ ഹാട്ടക്കെ നമ്മുടെ കക്കാഷിയോട് പറയുന്നുണ്ട്, നീ അവനെ കുറച്ച് കാണേണ്ട, അവൻ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ നിന്നേക്കാൾ പവർഫുൾ ആകും എന്ന് പറയുന്നു. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈറ്റ് ഗൈ ടൈജുറ്റ്സുവിൽ ഏത് ലെവലിൽ ട്രെയിനിങ് ചെയ്യുന്നുവെന്ന് അവന്റെ കൈകാലുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മൈറ്റ് ഗൈ ഈ ഒരു കളിയാക്കൽ കേട്ടിട്ടും അതും ഒരു സപ്പോർട്ടായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗൈ അക്കാദമിയിൽ ഫെയിൽ ആയാലും കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്ത് ഒരുവിധം അക്കാദമിയിൽ കയറും. അതും നമ്മുടെ കക്കാഷിയുടെ ക്ലാസ്മേറ്റ് ആയി. അങ്ങനെ നമ്മുടെ ഗായി ആണെങ്കിൽ ഗനിയനായതിനു ശേഷം ചോച്ചിയുടെ ഫാദർ ആയിട്ടുള്ള ചോസയുടെ ടീമിലേക്ക് ചേരും. തന്റെ ടീംമേറ്റ്സ് ആയി എബിസുവും ഗെൻമയും ഉണ്ടാകും. അത് കഴിഞ്ഞ് ചുനിയൻ എക്സാം എത്തിയപ്പോഴേക്കും നമ്മുടെ ഗായി ആണെങ്കിൽ ടൈജുറ്റ്സു വെച്ച് ഒബിറ്റോയെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നെക്സ്റ്റ് റൗണ്ട് കക്കാഷിയുടെ കൂടെയാണെങ്കിൽ തോറ്റുപോകും. അതായത് ഇവിടെ നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്താലും നാച്ചുറൽ ടാലന്റിന്റെ മുന്നിൽ തോറ്റുപോകുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ എബിസു, ഗെൻമ, ഗായി ഇവർ 3 പേരും ഒരു മിഷനിൽ 7 സോർഡ്മാൻ ഓഫ് മിസ്റ്റിന്റെ കയ്യിൽ പെടുന്നു. ഇവർ എത്രത്തോളം പവർഫുൾ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെറൂട്ടോയുടെ തുടക്കത്തിൽ സാബുസയെ കണ്ടിട്ടില്ലേ? നമ്മുടെ സാബുസയെ നോക്കിക്കഴിഞ്ഞാൽ കക്കാഷിക്ക് തന്നെ നല്ല രീതിയിൽ ടഫ് കൊടുത്തിരുന്നു. ഈ ഒരു സാബുസയെ പോലുള്ള 7 പേരാണ് ഇവരുടെ മുന്നിലുള്ളത്. അതും ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പുള്ള സോഡും കാണാൻ സാധിക്കും. ഈ ഒരു മൈറ്റ് ഗൈയും ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഗനിയനാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോഴാണ് അവിടെ പെട്ടെന്ന് മൈറ്റ് ഗൈ കടന്നു വരുന്നത്. അങ്ങനെ ഇത് കാണുന്ന മൈറ്റ് ഗൈ ആണെങ്കിൽ തന്റെ ഫാദറിനോട് പറയും, നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാലും അവിടെ ഉണ്ടായ 4 സോർട്സ്മാനെ ഡിഫീറ്റ് ചെയ്താണ് നമ്മുടെ മൈറ്റ് ഡൈ മരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജൂസോ ഇറ്റാച്ചിയോട് പറയുന്ന സമയത്ത് വല്ലാത്തൊരു ഗൂസ് ബോംസ് ആണ് വന്നിരുന്നത്. മൈറ്റ് ഗൈ അക്കാദമിയിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കക്കാഷിയെ ബീറ്റ് ചെയ്യണം, ഹാർഡ് വർക്ക് കൊണ്ട് നാച്ചുറൽ ടാലന്റിനേക്കാൾ പവർഫുൾ ആകണം എന്നൊക്കെ കരുതും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കക്കാഷിയെ റൈവലാക്കി എപ്പോഴും ചാലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. തുടക്കത്തിൽ നമ്മുടെ മൈറ്റ് ഡൈ വളരെ വീക്ക് ആണെങ്കിലും പതിയെ കക്കാഷിയുടെ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ മൈറ്റ് ഡൈ ആണെങ്കിൽ പതിയെ ടൈജുറ്റ്സുവിൽ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മുടെ കക്കാഷിക്കും നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കക്കാഷി ആണെങ്കിൽ അൻബുൽ ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ കക്കാഷിയുടെ കൂടെ ഞാനും പോകുമെന്ന് പറഞ്ഞ് നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ തേർഡ് ഹൊക്കാഗെയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തേർഡ് ഹൊക്കാഗെ ആണെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് റിജക്ട് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻബുൽ ചേരണമെങ്കിൽ ആ ഒരു ഡാർക്ക് മൈൻഡ് ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ ഒരു കൈൻഡ് ഹാർട്ടഡ് ആണ്. അൻബു ഒന്നും തനിക്ക് സെറ്റ് ആകില്ല. ഇതൊക്കെ കഴിഞ്ഞാണ് അക്കാദമിയിൽ താൻ ഒരു സെൻസി ആകുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ നെജി, ടെൻഡൻ, റോക്ലി 3 സ്റ്റുഡൻസിനെയും കിട്ടുന്നത്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ റോക്ലിയെ കാണിച്ചു തരുന്നത്. നമ്മുടെ മൈറ്റ് ഗൈ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ റോക്ലിയും. നമ്മുടെ റോക്ലിക്കാണെങ്കിൽ നിഞ്ചിറ്റ്സോ ഗെഞ്ചിറ്റ്സോ യൂസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് നമ്മുടെ റോക്ലിക്കാണെങ്കിൽ നമ്മുടെ മൈറ്റ് ഗൈ എക്സ്ട്രാ ട്രെയിനിങ് ചെയ്തു കൊടുത്തിരുന്നു. നമ്മുടെ മൈറ്റ് ഗൈയും അതുപോലെ റോക്ലിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അടിപൊളിയായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നത്. നമ്മുടെ റോക്ലിക്കാണെങ്കിൽ ആകെ പറയാനായിട്ടുള്ളതും മൈറ്റ് ഗൈ ആണ്. അത്രയധികം ഇന്ത്യൻ ലെവലിലാണ് നമ്മുടെ റോക്ലിയെ മൈറ്റ് ഗൈ ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. ഇതിന്റെ റിസൾട്ട് നമ്മൾ റോക്ലി വേഴ്സസ് ഗാറ എന്ന ഫൈറ്റിലും കണ്ടതാണ്. എന്നാൽ റോക്ലി അവസാനം ഇതിൽ ഡിഫീറ്റ് ആകുന്നുണ്ടെങ്കിലും ആ ഒരു വിട്ടുകൊടുക്കാത്ത മെന്റാലിറ്റിയാണ് റോക്ലി അവസാനം നമുക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെ റോക്ലി ആകാനുള്ള കാരണവും നമ്മുടെ മൈറ്റ് ഗൈ ആണ്. കൂടാതെ നമ്മുടെ റോക്ലിക്കാണെങ്കിൽ ഒരു സമണിങ് ആനിമലും ഉണ്ട്, നിഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിഞ്ച ടോട്ടോയിസ്. അതുപോലെ തന്നെ ഓപ്പണന്റ് ഏത് തരത്തിലുള്ള ഗെഞ്ചിറ്റ്സ് യൂസ് ചെയ്താലും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നമ്മുടെ മൈറ്റ് ഗൈക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ കിസാമയാണെങ്കിൽ മൈറ്റ് ഗൈയെ ആദ്യം കാണുന്ന സമയത്ത് കിസാമയെ ഒന്ന് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഈ മൈറ്റ് ഗൈയെ കുറച്ച് കാണരുത് എന്ന്
പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഇറ്റാച്ചിക്ക് മൈഗൈ ആരാണെന്ന് നല്ലതുപോലെ അറിയാം. അവസാനം നമ്മുടെ കിസാമെ വാസസ് കൈ എന്ന ഫൈറ്റിൽ ശരിക്കും ആരാണ് ഈ ഒരു മൈഗൈ എന്ന് കിസാമെ നല്ലതുപോലെ അറിഞ്ഞിരുന്നു. അതുപോലെ വാറാർക്കിന്റെ അവസാനം കക്കാഷിയോട് നിനക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും വേണമോ എന്ന് ചോദിച്ചിരുന്നു. ഈ സമയത്ത് നമ്മുടെ കക്കാഷി ആണെങ്കിൽ മൈഗൈയുടെ പേരാണ് പറഞ്ഞത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വാറിന്റെ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻടെയിൽ ജിൻജുരിക്കായ മാദ്രയെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പവർഫുൾ ആയിട്ടാണ് ഉള്ളത്. ഇവിടെ ആദ്യം നറൂട്ടോയും സാസുകയും ആണെങ്കിൽ കുറച്ച് വീക്ക് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു ടെൻടെയിൽ ജിൻജുരിക്കായ മാദ്രയുടെ മുന്നിൽ നിഞ്ചിറ്റ്സു വർക്കാകില്ല. ഒരു സേജ് മോഡ് യൂസറിനോ ടൈജുറ്റ്സു വെച്ച് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ സേജ് മോഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മിനാട്ടോ ആണ്. എന്നാൽ നമ്മുടെ മിനാട്ടോക്ക് ആണെങ്കിൽ കുറെ നേരം ഇത് പിടിച്ചു നിൽക്കാനും കഴിയുകയില്ല. എന്നാൽ ഇത് കഴിഞ്ഞാണ് നമ്മുടെ മൈറ്റ് ഗൈ അവസാനം കളത്തിലിറങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കാണുന്ന നമ്മൾ പോലും മൈറ്റ് ഗൈക്ക് ഇത്രയധികം പവർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ 8 ഗേറ്റ് ഓപ്പൺ ചെയ്ത് മാദറയെ ഇവിടെ അടിച്ചൊരു പരിവമാക്കുന്നുണ്ട്. അപ്പോഴാണ് കക്കാഷിക്ക് തന്റെ ഫാദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. മൈറ്റ് ഗൈ നിന്നെക്കാളും ശക്തനാകും എന്ന ഈ ഒരു കാര്യം. ഈ ഒരു സമയത്തെ മൈറ്റ് ഗൈ ആണെങ്കിൽ കക്കാഷിയേക്കാൾ വളരെയധികം ശക്തനായിട്ടാണ് ഉള്ളത്. ഇവിടെ ഹാഷിരാമ കഴിഞ്ഞ് മാദറയ്ക്ക് ഈക്വലായിട്ട് വേറെ ആരും തന്നെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ 5 കാഗേഴ്സിന് പോലും മാദറയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഒരു 8 ഗേറ്റ് റിലീസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അതായത് നമ്മുടെ ബോഡിക്കുള്ളിൽ ഒരു 20% പവർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിന് മുകളിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ അത് ലിമിറ്റ് ചെയ്ത് വെക്കും. എന്നാൽ ഈ ഒരു 8 ഗേറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റ് ഒന്നും ഉണ്ടാവുകയില്ല. തന്റെ ബോഡിയുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് കുറച്ച് സമയം മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് കൂടാതെ ഈ ഒരു ടൈം ഔട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂസർ മരിക്കുകയും ചെയ്യും. 8 ഗേറ്റ് ഓപ്പൺ ചെയ്ത് ആ ഒരു സൈഡ് എഫക്റ്റിൽ നമ്മുടെ ഗൈ മരിക്കുന്ന സമയത്താണ് കറക്റ്റായി അവിടെ നറൂട്ടോ വന്ന് തന്നെ റിവൈവ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നറൂട്ടോ വരുന്നതിന് കുറച്ച് മുൻപ് തന്നെ ഗൈയുടെ ഒരു കാൽ മുഴുവനായിട്ടും പോയിട്ടുണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനായ ഒരു ക്യാരക്ടർ. നമുക്ക് ഒരു ടാലന്റ് പോലും ഇല്ലെങ്കിലും നമ്മളെക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തോൽപ്പിക്കാൻ ഹാർഡ് വർക്ക് മതി. ചുറ്റുമുള്ള ആൾക്കാർ കളിയാക്കിയാലും അതൊക്കെ സപ്പോർട്ടായി എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു നാൾ ജയിക്കും എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരേ ഒരു ക്യാരക്ടർ മൈറ്റ് ഗൈ ആണ്. അപ്പോൾ മൈറ്റ് ഗൈയെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.